തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൊച്ചി കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അന്ന് ആ പൊട്ടിത്തെറിക്ക് പിന്നിൽ KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിനെ വെട്ടി മിനിമോളിനെ മേയറായി തെരഞ്ഞെടുത്തതായിരുന്നു. ഹൈക്കമാൻഡിന്റെ മാനദണ്ഡം പോലും മറികടന്നുവെന്നാണ് അന്ന് ദീപ്തി ഉന്നയിച്ച പരാതി. ലത്തീൻ സഭയുടെ കാൻഡിഡേറ്റ് ആണ് മിനിമോൾ എന്ന് അന്നേ കേട്ടിരുന്നു. ഇന്നതാ അതിന് സ്ഥിരീകരണമാവുകയാണ്. ഞാനിന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും അർഹതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ അതിലേക്ക് ഒരു ശബ്ദമുയർത്താൻ നമ്മളുടെ സംഘടനാ ശക്തി സാധിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. എനിക്കറിയാം, എനിക്ക് വേണ്ടി എല്ലാ പിതാക്കന്മാരും ജോയ് പിതാവിൻ്റെ ആന്റണി പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നന്ദി ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ കേട്ട മിനിമോളുടെ പ്രതികരണം അത് ലത്തീൻ സഭയുടെ പരിപാടിയിൽ വെച്ച് തന്നെയാണ് സഭയുടെ ഇടപെടലിനെ കുറിച്ച് മിനിമോൾ വെളിപ്പെടുത്തിയത്. അതായത് കൊച്ചി മേയറെ തീരുമാനിച്ചത് കോൺഗ്രസിൽ ലത്തീൻ സമുദായത്തിന്റെ ഉറച്ച ശബ്ദമാണ്. മേയർ സ്ഥാനത്തേക്ക് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളയാളെ പരിഗണിക്കണമെന്ന് സഭ വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു ആവശ്യപ്പെട്ടത്. വരാപ്പുഴ, കൊച്ചി, ആലപ്പുഴ എന്നീ രൂപതകളുടെ പ്രബലമായ ലത്തീൻ രൂപതകളുടെ സ്വാധീനം വളരെ അധികമുള്ള ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മേയറെന്നും ആരാണ് ഡെപ്യൂട്ടി മേയറെന്നും. ഈ 18 ലത്തീൻ കത്തോലിക്കരായ കൗൺസിലേഴ്സ് ഉണ്ട്. ഈ സ്ഥാനങ്ങളിലേക്ക് ഉചിതനായ ഒരു സ്ഥാനാർത്ഥി, അത് ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണം, കൗൺസിലറെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ നേതൃത്വത്തിന് മുൻപിൽ വച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങളൊക്കെ ഉയർന്ന സമയത്ത് എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് എന്താണ് പറഞ്ഞത്? UDFന്റെ മേയറെ തെരഞ്ഞെടുത്തതിൽ സഭ ഇടപെട്ടിട്ടേയില്ല എന്ന്. സഭാ നേതൃത്വം കോൺഗ്രസിന് സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുന്നതിൽ അവർ ആവശ്യപ്പെടും. ഒരു സഭയും ഒരു സഭാ നേതൃത്വവും എന്നോടോ അല്ലെങ്കിൽ നേതൃത്വത്തോടോ ഒരാളോടും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യാപകമായ ഒരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. ദയവ് ചെയ്ത് അതൊന്ന് അവസാനിപ്പിക്കണം. മുഹമ്മദ് ഷിയാസ് എന്താണോ പറഞ്ഞത് അത് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവർത്തിച്ചു. സഭയ്ക്ക് പോയിട്ട് ജില്ലയിൽ നിന്നുള്ള നേതാവായ തനിക്ക് പോലും അതിൽ ഒരു സേയുമില്ല എന്നാണ് ക്രിസ്മസിന്റെ പിറ്റേ ദിവസം VD സതീശൻ പറഞ്ഞത്. ഏത് സമുദായത്തിൻ്റെ ആരാണെങ്കിലും ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. മുകളിൽ നിന്ന് ആരെയും കെട്ടിയിറക്കില്ല. ആ സർക്കുലർ അനുസരിച്ചിട്ട് എവിടെ നടക്കില്ല. ആ സർക്കുലർ ലംഘിച്ച് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഇടപെട്ട് അത് കറക്റ്റ്. ആ സർക്കുലർ കിട്ടിയത് ഏത് സമുദായത്തിൽ നിന്നാണെന്ന് ഇന്ന് മിനിമോൾ തന്നെ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ കോൺഗ്രസിനെ വിശ്വസിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർ ആരായി? സഭയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെങ്കിൽ എന്തിനാണ് അങ്ങ് ഡൽഹിയിൽ ഒരു ഹൈക്കമാൻഡ്? ആ ചോദ്യം കേട്ട് തുടങ്ങിയപ്പോൾ മിനിമോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വോട്ടർമാർക്ക് നന്ദി പറയുന്ന കൂട്ടത്തിൽ സഭയെ കൂടി സ്മരിച്ചു. അതൊരു തെറ്റാണോ? തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. നിങ്ങളാണ് എൻ്റെ വിജയശില്പികൾ. ഞാൻ ഈ സ്ഥാനത്തെത്താൻ നിങ്ങളാണ് കാരണക്കാരെന്ന് ആ രീതിയിലാണ് എല്ലായിടത്തും ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ KRSSയുടെ മീറ്റിംഗ് പോയപ്പോഴും അവിടെയും ആ രീതിയിലുള്ള ഒരു നന്ദി പറച്ചിലാണ് അവിടെ ഉണ്ടായത്. കേരളത്തിലെ എല്ലാ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും അൽമായരും അടങ്ങുന്ന ഒരു സഭയിൽ ചെന്നിട്ട് അവരെനിക്ക് തന്ന പിന്തുണയ്ക്ക്, അവരെനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാ സമുദായത്തോടും എനിക്ക് സമയം കിട്ടുമ്പോൾ എല്ലാ സാമുദായിക നേതാക്കന്മാരോടും പൗരപ്രമുഖരോടും എല്ലാവരുടെയും വീടുകളിൽ ചെന്നും അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന അവസരത്തിലൊക്കെ നന്ദി പറയാറുണ്ട്. അതുപോലെ നടത്തിയ ഒരു നന്ദി പറച്ചിൽ മാത്രമാണ്. ഞാനൊരു മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളാണ്.